ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ BSc നഴ്സിംഗ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ BSc നഴ്സിംഗിൻ്റെ പ്രധാനപ്പെട്ട 3 അലോട്ട്മെൻറ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റുകളെല്ലാം സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ. നമ്മുടെ 5th ഒന്നുണ്ട്, 6th ഉണ്ട്. അതൊക്കെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ടാണ് വരിക. അപ്പോൾ നമ്മുടെ 5th അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ 6th അലോട്ട്മെൻ്റ് ആണ്. 6th അലോട്ട്മെൻറ്റ് കിട്ടിയ നമ്മുടെ വേക്കൻസി, നമ്മുടെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് തന്നെ സീറ്റുകളൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറയുകയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ നമ്മുടെ കോളേജിൻ്റെ ലിസ്റ്റ് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കോളേജിൽ വേക്കൻസി, നമ്മുടെ സീറ്റ് വേക്കൻസി ഉണ്ടായിരിക്കും. അപ്പം കുറച്ച് നമ്പർ ഓഫ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കൂടിയവർ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സൻറ്റേജ് ഇൻഡെക്സ് മാർക്ക് റാങ്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വേക്കൻസിയുള്ള സീറ്റ് ഫില്ല് ചെയ്യുക. ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവർക്ക്, ഉയർന്ന ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കൊക്കെയാണ് ആ സീറ്റ് അവൈലബിൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 6th അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയാൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടല്ല അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുക. നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കോളേജ് മാറാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. നിങ്ങൾ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കോളേജുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും ഇതിൽ. അപ്പോൾ നിങ്ങൾ ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജിലായിരിക്കും നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ചില കുട്ടികളുണ്ട്, എനിക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി, BSc നഴ്സിംഗ് ആയാൽ മതി എന്ന്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടിയായിരിക്കും ഓക്കെ ആയിരിക്കും. എന്നാൽ ചില കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ, ഈ കോളേജിൽ പഠിക്കണം എന്ന് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 6th അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെടാത്ത കോളേജിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതൊക്കെ റാങ്ക് അനുസരിച്ച് നിൽക്കുന്നുണ്ട്. അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കണം എന്ന് അവരുടെ ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മുടെ 6th അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കാം. രണ്ടാമതുള്ളത്, നിങ്ങൾക്ക് BSc നഴ്സിംഗ് തന്നെ വേണമെന്നുള്ളവരുണ്ടായിരിക്കും. അവർ BSc നഴ്സിംഗ് PNC മാക്കുണ്ട്, AMCS FNCK എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ LBSൽ തന്നെ നമ്മുടെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. നിങ്ങൾ ഫോഴ്സ് ചെയ്യാമെന്ന് പറയരുത്. നിങ്ങൾക്ക് BSc നഴ്സിംഗ് എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി, നല്ല കോളേജിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് താല്പര്യമുണ്ട് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഒഴിവാക്കണം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ BSc നഴ്സിംഗ് നല്ലൊരു കോഴ്സ് തന്നെയാണ്. നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വളരെ കൂടുതലായിട്ടുള്ള കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. എന്നാലും ചില കുട്ടികളുണ്ടായിരിക്കും നമ്മൾ പാരാമെഡിക്കലും BSc നഴ്സിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പാരാമെഡിക്കലിലേക്ക് പോകാവുന്നതാണ്. അതിനൊന്നും കുഴപ്പമില്ല. അത് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. എന്നാൽ നിങ്ങൾ പാരാമെഡിക്കൽ എടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ ഭാവിയിലേക്ക് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. വേറെ കുറേ കോഴ്സ് ഉണ്ട്. PSc MLT ഉണ്ട്, PSc ഒപ്റ്റോമെട്രി ഉണ്ട്, തെറാപ്പി ഉണ്ട്. അതെല്ലാം നല്ല കോഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് BSc നഴ്സിംഗ് BSc നഴ്സിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കലിലേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് GNM ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ANMലേക്ക് പോകാവുന്നതാണ്. നഴ്സിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങോട്ട് പോകാവുന്നതാണ്. ഇനി അതിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന, അതിലും നിങ്ങൾ അപ്ലൈ ചെയ്തവരായിരിക്കും. ചില കുട്ടികളൊക്കെ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പാരാമെഡിക്കൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഫീൽഡിലേക്കും പോവാം. അല്ലാതെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നത് നമ്മുടെ BSc നഴ്സിംഗ് മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻജിനീയറിങ് അങ്ങനെയൊക്കെ ചില ഉണ്ടല്ലോ, എൻജിനീയറിങ് അവിടെയൊക്കെ പല എൻജിനീയറിങ് വരുന്നുണ്ട്. അവിടെയൊക്കെ പ്രൈവറ്റായിട്ട് നമുക്ക് ഇപ്പോഴും
അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ് എനിക്ക്. അപ്പോൾ BSc നഴ്സിംഗ്, പിന്നെ BSc നഴ്സിംഗ് നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റ് ആയിട്ടും അഡ്മിഷനൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് തന്നെ വേണം, ഗവൺമെൻറ്റിൽ പഠിക്കണം എന്നുള്ളവർ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ്, JEE, KEAM അങ്ങനത്തെ ഓരോരോ എൻട്രൻസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് മറ്റ് നല്ല ഹയർ ആയിട്ടുള്ള കോഴ്സിലേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. LPSൻ്റെയും മറ്റു കോഴ്സുകളുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.